ആകാശവാണി ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യസ്നേഹം, സമൃദ്ധി, ഐക്യം തുടങ്ങിയവയുടെ പ്രതീകമായി ജനഹൃദയങ്ങളിൽ മുഴങ്ങുന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം രചിച്ചിട്ട് 150 വർഷങ്ങൾ പൂർത്തിയായി. വിഖ്യാത ബംഗാളി കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 നവംബർ 7-നാണ് വന്ദേമാതരം രചിച്ചത്. ആനന്ദമഠം എന്ന നോവലിലാണ് ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മാതൃരാജ്യത്തെ ശക്തിയുടെയും സമൃദ്ധിയുടെയും ദൈവികതയുടെയും പ്രതീകമായി ചിത്രീകരിക്കുന്ന വന്ദേമാതരം ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും അടയാളമായി മാറുകയായിരുന്നു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ അടിച്ചമർത്തലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവശബ്ദം പകർന്നു നൽകാൻ വന്ദേമാതരത്തിന് സാധിച്ചു. സംസ്കൃതത്തിൽ രചിച്ച ഈ ഗീതം 1896-ൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ആലപിച്ചത്. 1950 ജനുവരി 24-ന് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ വന്ദേമാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു. ജന്മനാടിനോടുള്ള അഗാധമായ സമർപ്പണം പ്രകടിപ്പിക്കുന്ന ഈ ഗാനത്തിൽ ദേശസ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം ശ്യാമലാം മാതരം, വന്ദേ മാതരം, ശുഭ്രജ്യോത്സ്നാ പുലകിതയാമിനീ കുസുമിത ദ്രുമദല ശോഭിനീ സുഹാസിനീ സുമധുര ഭാഷിണീ സുഖദാം വരദാം മാതരം, വന്ദേ മാതരം. ഭാരതമാതാവിനോടുള്ള ആദരവാണ് വന്ദേമാതരത്തിൽ പ്രകടമാകുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാനുള്ള പ്രചോദനം ഈ ഗാനം ജനങ്ങൾക്ക് നൽകി. വന്ദേമാതരം നമ്മുടെ ദേശീയ ഐക്യത്തിന്റെ പ്രതീകവും മാതൃഭൂമിയോടുള്ള അർപ്പണബോധത്തിന്റെ അടയാളവുമാണ്. ഇതിന്റെ ഓരോ വരികളിലും ഈ സ്നേഹവും സമർപ്പണവും അടങ്ങിയിരിക്കുന്നു. സ്വാതന്ത്ര്യസേനാനികൾക്ക് ഈ ഗാനം ആത്മവിശ്വാസത്തിന്റെ പ്രതീകവും പ്രതിജ്ഞയുമായിരുന്നു. നൂറ്റിയൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ദേശീയ ഗീതമായ വന്ദേമാതരത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു.
ഭാരതമാതാവിനെ ഓർമ്മിപ്പിക്കുന്ന വന്ദേമാതരം രാജ്യത്തിന്റെ വൈകാരിക ഐക്യത്തിന്റെയും കൂട്ടായ പരിശ്രമത്തിന്റെയും ശക്തമായ പ്രകടനമായി തുടരുന്നുവെന്നും തലമുറകളെ അത് പ്രചോദിപ്പിക്കുന്നുവെന്നും രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. വന്ദേമാതരം രചിച്ചതിന്റെ 150ാം വാർഷികം പ്രമാണിച്ച് ഒരു വർഷം നീളുന്ന പരിപാടികളാണ് രാജ്യമെമ്പാടും നടക്കുന്നത്. ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ദേശത്തോടുള്ള ആരാധനയും ആദരവും സ്ഫുരിക്കുന്ന വന്ദേമാതരം വാക്കുകൾക്കതീതമായ അനുഭവമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഊർജ്ജത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും മന്ത്രമായ വന്ദേമാതരം ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നതായും അദ്ദേഹം അറിയിച്ചു. वंदे मातरम, इस एक शब्द में कितने ही भाव है, कितनी ऊर्जाएं हैं. सहज भाव में ये हमें माँ भारती के वात्सल्य का अनुभव कराता है. अगर कठिनाई का समय होता है तो वंदे मातरम का उद्घोष 140 करोड़ भारतीयों को एकता की ऊर्जा से भर देता है. वंदे मातरम भले ही 19वीं शताब्दी में लिखा गया था, लेकिन इसकी भावना भारत की हजारों वर्ष पुरानी अमर चेतना से जुड़ी थी. പ്രധാനമന്ത്രിയുടെ പ്രസംഗം വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും സ്കൂളുകളിലും തത്സമയം സംപ്രേഷണം ചെയ്തു. വന്ദേമാതരം നാദം ഏകം രൂപം അനേകം എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗീത വിരുന്നിൽ വൈവിധ്യമാർന്ന ഇന്ത്യൻ സംഗീത പാരമ്പര്യങ്ങളുടെ സവിശേഷതകളാണ് പ്രകടമായത്. രാജ്യാന്തര തലത്തിൽ പ്രശസ്തനായ വയലിൻ വിദ്വാൻ ഡോക്ടർ മഞ്ജുനാഥ് മൈസൂരിന്റെ നേതൃത്വത്തിൽ 75ഓളം പ്രഗത്ഭ സംഗീതജ്ഞരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രകാശനം ചെയ്ത പ്രധാനമന്ത്രി വന്ദേമാതരം 150.in പോർട്ടലിനും തുടക്കം കുറിച്ചു. ജനങ്ങൾക്ക് വന്ദേമാതരം ആലപിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് സാക്ഷ്യപത്രം നേടാൻ ഈ പോർട്ടലിലൂടെ സാധിക്കും. രാജ്യമെമ്പാടും നടന്ന ആഘോഷ പരിപാടികളിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ളവർ വന്ദേമാതരം ആലപിച്ചു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പണ്ഡിറ്റ് ദീൻ ദയാൽ അന്ത്യോദയ ഭവനിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ജോർജ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലും വിപുലമായ പരിപാടികളോടെ വാർഷികാഘോഷങ്ങൾ നടന്നു. പൊതുസ്ഥലങ്ങളിലും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്ദേമാതരം ആലപിച്ചു. ബിജെപിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാനതല പരിപാടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിലും കണ്ണൂർ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയയിലും കൊല്ലം കുരീപ്പുഴ പുതിയകാവ് സെൻട്രൽ സ്കൂളിലും വന്ദേമാതര ആലാപനം നടന്നു. കോഴിക്കോട് ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയത്തിൽ നടന്ന ആലാപന ചടങ്ങിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം മേര യുവഭാരത് പ്രതിനിധികളും പങ്കെടുത്തു. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് ലക്ഷദ്വീപിലും പ്രത്യേക പരിപാടികൾ നടന്നു. കവരത്തി ദ്വീപിൽ സെക്രട്ടേറിയറ്റിൽ നടന്ന പരിപാടിയിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് ഡോക്ടർ ദീപക് കുമാർ മുഖ്യാതിഥിയായി. ചടങ്ങിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആലപിച്ച വന്ദേമാതരം സദസ്സും ഏറ്റുപാടി. സാംസ്കാരിക നേതാക്കൾ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. മറ്റു ദ്വീപുകളിലും ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, തൊഴിലാളി യൂണിയനുകൾ തുടങ്ങി ദേശീയ ഗാനം ആലപിച്ച് വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി. രാജ്യമെമ്പാടും അടുത്ത വർഷം നവംബർ 7 വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. കൊളോണിയൽ ഭരണകാലത്ത് ഇന്ത്യയുടെ ഐക്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഉണർവിന്റെയും ശക്തി സ്രോതസ്സായിരുന്നു വന്ദേമാതരം. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയുള്ള തീക്ഷണമായ ശബ്ദമായി രാജ്യമെമ്പാടും ഇത് പ്രതിധ്വനിച്ചു. ഓരോ വരിയും ദേശസ്നേഹത്തിന്റെ കാവ്യാത്മകമായ ആവിഷ്കാരമായിരുന്നു. സ്വാതന്ത്ര്യസമരത്തിന്റെ ഭാഗമായ റാലികളിലും പ്രകടനങ്ങളിലും വന്ദേമാതരം മുഴക്കിക്കൊണ്ടാണ് ജനങ്ങൾ ദേശസ്നേഹം പ്രകടിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിനായുള്ള ശക്തമായ ആഹ്വാനമായി മാറിയ ഈ രചന പിന്നീട് ദേശസ്നേഹത്തിന്റെ ശാശ്വത പ്രതീകമായി പരിലസിച്ചു.
ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ വന്ദേമാതരത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ഭരണഘടനാ അസംബ്ലിയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഗാനത്തിന്റെ മഹത്വം അംഗീകരിച്ചുകൊണ്ട് 1950 ജനുവരി 24 വന്ദേമാതരത്തിന് ദേശീയ ഗാനമായ ജനഗണമന ഗാനത്തിന് തുല്യമായ പദവിയും ബഹുമാനവും നൽകുമെന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. 1947 ഓഗസ്റ്റ് 15 രാവിലെ 6:30 ആകാശവാണിയിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യാനുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ക്ഷണം സ്വീകരിച്ച് പണ്ഡിറ്റ് ഓംകാർ നാഥ് ഠാക്കൂർ വന്ദേമാതരം ആലപിച്ചു. ശ്രീ അരബിന്ദോയും അദ്ദേഹത്തെപ്പോലുള്ള ചിന്തകരും ഇതിനെ സ്വാതന്ത്ര്യപ്രസ്ഥാനത്തിന്റെ കേന്ദ്ര മുദ്രാവാക്യമായി ജനപ്രിയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. വന്ദേമാതരം എന്നും പ്രചോദനമാണെന്നും ദേശീയ ഗീതത്തിന്റെ 150ാം വാർഷികം അവിസ്മരണീയമാക്കണമെന്നും ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ അയക്കാമെന്നും മൻ കി ബാത്തിന്റെ 127ാം പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. വാർഷികാഘോഷങ്ങളിൽ രാജ്യത്തെ പൌരന്മാർ സജീവമായി പങ്കെടുക്കണമെന്നും ഗാനത്തിന്റെ പൈതൃകത്തെയും മഹത്വത്തെയും ആദരിക്കുന്നതിന് എല്ലാവരുടെയും സാന്നിധ്യമുണ്ടാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. രാജ്യസ്നേഹവും ഭാരതമാതാവിനോടുള്ള സ്നേഹവും വാക്കുകൾക്കതീതമായ വികാരങ്ങളാണ്. ആ വികാരങ്ങൾക്ക് മൂർത്തമായ ആവിഷ്കാരം നൽകുന്ന ഗാനമാണ് വന്ദേമാതരം. രാഷ്ട്രനിർമ്മാണത്തിൽ വന്ദേമാതരത്തിന്റെ ചൈതന്യം ഉൾക്കൊള്ളേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. वंदे मातरम का मूल भाव है भारत माँ भारती, भारत की शाश्वत संकल्पना, वो संकल्पना जिसने मानवता के प्रथम प्रहर से खुद को गढ़ना शुरू कर दिया, जिसने युगों युगों को एक एक अध्याय के रूप में पढ़ा, शून्य से शिखर तक उनकी यात्रा और शिखर से पुनः शून्य में उनका विलय, भारत ने ये सब कुछ देखा है. ഇന്ത്യയുടെ ഉണർവിന്റെ പ്രതീകമായി വന്ദേമാതരം നിലകൊള്ളുന്നു. ഒരു ജനതയെ ആവേശം കൊള്ളിച്ച തീക്ഷണമായ ആഹ്വാനം. തലമുറകളിലൂടെ താളാത്മകമായി പ്രയാണം ചെയ്ത് ജീവിതത്തിന്റെ സമസ്ത തലങ്ങളെയും സ്പർശിച്ച് ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ മറ്റൊരു ഗാനവുമില്ല. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് വന്ദേമാതരം എന്ന ഗാനം നൽകിയ സംഭാവനയും അതിന്റെ ആവേശവും നമുക്കെല്ലാവർക്കും പ്രചോദനമാണ്. വന്ദേമാതരം ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തിൽ വലിയ വികാരവും ആഴത്തിലുള്ള അഭിമാനവും ഉണർത്തുന്നു. രാജ്യത്തെ ഒന്നിപ്പിക്കുന്നതിലും രാജ്യത്തോടുള്ള ഭക്തിയും പ്രതിബദ്ധതയും പ്രചോദിപ്പിക്കുന്നതിലും വന്ദേമാതരത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സോഫിയ ഡാനിയൽ. അവതരണം സീന ആന്റണി.